ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ മെഷീൻ ഡ്രോയിങ്ങിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ത്രെഡ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ത്രെഡ് എന്താണെന്നുള്ളത് അറിയുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ത്രെഡ് ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, ത്രെഡിൻ്റെ ടെർമിനോളജീസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ത്രെഡുകൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ത്രെഡ് എങ്ങനെ വരയ്ക്കാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് ത്രെഡിൻ്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതാ, ഈ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷൻ ത്രെഡിൻ്റെ ഈ ഒരു അറ്റത്തിൻ്റെ ഈ ഒരു ഭാഗമാണ് ക്രസ്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ക്രസ്റ്റ്. പിന്നെ ത്രെഡിൻ്റെ ഈ ലോവസ്റ്റ് പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൂട്ട്. ഓക്കെ, റൂട്ട് എന്ന് വിളിക്കും. അതേമാതിരി ഈ ഒരു രണ്ട് പോർഷനും ചേർന്നിട്ടുള്ള ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ ത്രെഡ് ആംഗിൾ എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, പിന്നെ ഈ ത്രെഡിൻ്റെ ഈ ഒരു ചെരിഞ്ഞ ആ ഒരു സൈഡിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഫ്ലാങ്ക് എന്ന് വിളിക്കാം. ഓക്കെ, പിന്നെ രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ രണ്ട് പോർഷൻ ഉള്ളത് മേജർ ഡയമീറ്റർ ഉണ്ട്, മൈനർ ഡയമീറ്റർ ഉണ്ട്. അതായത് മൈനർ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ട് എന്നുള്ള പോർഷൻസ് തമ്മിലുള്ള ആ ഒരു ഡയമീറ്റർ, അതായത് ഏറ്റവും സ്മോളസ്റ്റ് ഡയമീറ്റർ, അതിനെയാണ് നമ്മൾ മൈനർ ഡയമീറ്റർ എന്ന് വിളിക്കുക. അതേമാതിരി മേജർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ക്രസ്റ്റുകൾ തമ്മിലുള്ള ആ ഒരു ഡയമീറ്റർ, അതാണ് മേജർ ഡയമീറ്റർ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെർമിനോളജീസ് കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക. എക്സ്റ്റേണൽ ത്രെഡ്, അതേമാതിരി തന്നെ ഇൻറ്റേർണൽ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണലായിട്ട് വരുന്ന ത്രെഡാണ് എന്ത്, ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ഈ കാണിച്ചിട്ടുള്ളതാണ് ഇൻറ്റേർണൽ ത്രെഡ്. അതിലും ക്രസ്റ്റ്, മേജർ ഡയമീറ്റർ, മൈനർ ഡയമീറ്റർ, റൂട്ട് എല്ലാം സെയിം ആയിട്ട് വരുന്നത് തന്നെയാണ്. അപ്പോൾ എക്സ്റ്റേണൽ ത്രെഡും ഇൻറ്റേർണൽ ത്രെഡും കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക. ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്സ് ത്രെഡ് ഉണ്ട്, അതേമാതിരി ത്രെഡ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് നമുക്കൊരു ത്രെഡ് വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തരുന്നതിന് മുന്നേ നമുക്ക് ഏതൊക്കെ ടൈപ്സ് ത്രെഡ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏതൊക്കെ ടൈപ്സ് ത്രെഡ് ഉണ്ട് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അതായത് ഒന്നാമത്തെ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് ത്രെഡ്. ഓക്കെ, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് ത്രെഡ്. ഓക്കെ, രണ്ടാമത്തെ ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ്. ഓക്കെ, ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ്. മൂന്നാമത്തെ അമേരിക്കൻ നാഷണൽ ത്രെഡ്. ഓക്കെ, നാലാമത്തെ ISO മെട്രിക് ത്രെഡ്. അഞ്ചാമത്തെ സ്ക്വയർ ത്രെഡ്. സ്ക്വയർ ത്രെഡ്. ആറാമത്തെ ആക്മി ത്രെഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 6 ടൈപ്സ് ത്രെഡുകളാണ്, ഫോംസ് ഓഫ് ത്രെഡുകളാണുള്ളത്. അതായത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് ത്രെഡ് ഉണ്ട്, രണ്ടാമത്തെ ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് ഉണ്ട്, മൂന്നാമത്തെ അമേരിക്കൻ നാഷണൽ ത്രെഡ് ഉണ്ട്, നാലാമത്തെ ISO മെട്രിക് ത്രെഡ് ഉണ്ട്, അഞ്ചാമത്തെ സ്ക്വയർ ത്രെഡ് ഉണ്ട്, ആറാമത്തെ ആക്മി ത്രെഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും ത്രെഡ്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ
ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വർത്ത് ത്രെഡ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ത്രെഡ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് നോക്കാം. ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഫസ്റ്റത്തെ ചോദ്യം, മേക്ക് എ കെയർഫുൾ ഡ്രോയിങ് ഓഫ് ദി പ്രൊഫൈൽ ഓഫ് ദി ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വർത്ത് V threads in section showing at least 3 threads. Indicate all dimensions in terms of pitch. Take P is equal to 25 mm. ഓക്കെ, അതായത് നിങ്ങൾക്ക് പിച്ച് എന്നുള്ളത് 25 mm ആണ് തന്നിട്ടുണ്ട്. അതായത് ഇതിൽ ആകെ തരും നമുക്ക് പിച്ച് എന്നുള്ള ഒരൊറ്റ ഡയമെൻഷൻ മാത്രമേ തരുള്ളൂ. അത് നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വർത്ത് ത്രെഡാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ചോദ്യത്തിൽ BSW ത്രെഡ്സ് എന്നേ പറയുള്ളൂ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വർത്ത് ത്രെഡ് എന്ന് പറയും. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിൽ നമുക്ക് വരയ്ക്കണം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ചോദ്യത്തിൽ നമുക്ക് പിച്ച് P is equal to 25 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് പിച്ച് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൽ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് നമ്മൾ സ്ക്രീനിൽ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മളിതിൽ വരയ്ക്കുന്ന മാതിരില്ല, നിങ്ങൾ കൃത്യമായിട്ട് സ്കെയിലും പെൻസിലും ടൂൾസും ഉപയോഗിച്ചിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ആ 25 mm നിന്ന് 4 ലൈൻസ് നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. ഓക്കെ, ഒന്നുകൂടെ വരച്ചു. രണ്ട് വരച്ചു, 3 വരച്ചു, 4 വരച്ചു. നമ്മൾ ഇത്തരത്തിൽ 4 എന്ത് ചെയ്തു, ലൈൻസ് വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് 25 ആണ്. ഓക്കെ, ഓരോന്നിൻ്റെ ഇടയിലുള്ള. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ പോർഷനിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് 25ൻ്റെ നേർ പകുതി എടുക്കുക. എന്ത് ചെയ്യുക, 12.5 എന്ത് ചെയ്യുക, നമ്മൾ ഒരു ഡാഷ് ലൈൻസ് കറക്റ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ത്രെഡ്സ് വരയ്ക്കണം. അപ്പോൾ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 25 എന്നുള്ള ഈ ഒരു ലൈന്, ഏതെങ്കിലും ലൈന് സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. നമുക്ക് കളർ ചേഞ്ച് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം. ഇതിൽ ജസ്റ്റ് ഒരു പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുക. ഇവിടെ നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്തു. ഇനി ആ പോയിൻ്റിൽ നിന്ന് നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട്, നമുക്കറിയാം ഇതിൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വർത്ത് ത്രെഡ് ഉപയോഗിക്കുമ്പോൾ അതിൽ തീറ്റ എന്നുള്ള ആംഗിൾ 55 ഡിഗ്രി എന്നുള്ളത് നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ബൈ ഹാർട്ടായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് തീറ്റ ഈസ് ഈക്വൽ ടു 55 ഡിഗ്രി. ഓക്കെ, പിന്നെ ഒരു H/6 എന്നുള്ളൊരു ടേമും കൂടി വരും. അത് നമുക്ക് വരയ്ക്കുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ 55 ഡിഗ്രി എന്ത് ചെയ്യുക, തീറ്റ. അപ്പോൾ നമ്മൾ ഇതിലിവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഈ പോയിന്റിൽ നിന്ന് പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് θ/2, അതായത് 55ൻ്റെ പകുതി പറഞ്ഞാൽ 27.5 ഇവിടെ ഈ ലൈനിൽ പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് 27.5 നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈന്, ഈ ഒരു പോയിന്റിലൂടെ ഈ ഒരു ലൈന് കടന്നു പോകും. ഓക്കെ, ഈ ഒരു പോയിന്റിലൂടെ കറക്റ്റായിട്ട് ഈ ഒരു ലൈന് കടന്നു പോകും. കടന്നു പോയിട്ട് ഈ ഒരു പോയിന്റിൽ അത് എന്ത് ചെയ്യും, മീറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ഈ ഒരു പോയിന്റിൽ അത് മീറ്റ് ചെയ്യും. മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുക, 27.5 വരച്ചിട്ട് നേരെ താഴോട്ടും വരയ്ക്കുക. ഓക്കെ, അതേമാതിരി ഈ പോയിന്റിൽ നിന്ന് 27.5 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് സെൻട്രൽ ലൈനിലേക്ക് വരയ്ക്കുക. അതായത് ഇതിൻ്റെ സെൻട്രൽ ലൈനിലേക്ക് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, അതേമാതിരി ഇവിടുന്ന് 27.5 ഡിഗ്രിയിൽ നമ്മൾ നേരെ താഴോട്ട് വരയ്ക്കുക. ഓക്കെ, അതേമാതിരി 27.5 ഡിഗ്രി ഇങ്ങനെ വരയ്ക്കുക. ഏകദേശം ഈ ഒരു ലെവലിൽ നമ്മൾ ഇത്രയും വരച്ചിടുക. ഓക്കെ,
ഇത്ര നമ്മൾ വരച്ചിട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ 27.5 എടുത്തിട്ട് അടിക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി നെക്സ്റ്റ് ഇതിൽ എച്ച് എന്നുള്ളൊരു ടേം ഉണ്ട്. അതായത് എച്ച് എന്നുള്ള ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഹൈറ്റാണ് നമ്മൾ എച്ച് എന്ന് വിളിക്കുക. ഓക്കെ, അതായത് ഈ ഒരു ഹൈറ്റാണ് എച്ച്. ഓക്കെ, ഈ ഒരു ഹൈറ്റിനാണ് എച്ച് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഈ h/6 എന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യും, ഈ ക്രസ്റ്റിൽ നിന്ന് താഴോട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ, അതായത് ക്രസ്റ്റിൽ നിന്ന് h/6 എടുക്കുമ്പോൾ ഏകദേശം ഈ ഒരു പോയിന്റിലൊക്കെ ആയിട്ട് നമുക്ക് h/6 കിട്ടും. ഓക്കെ, ഈ h/6 കിട്ടും. h/6 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പോയിന്റ് നമ്മൾ നേരിട്ട് ഈ ഒരു ലൈനിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുക. ഈ ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രൊജക്റ്റ് ചെയ്തിട്ട് ഈ ലൈനിലോട്ട് അത് നീട്ടി വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, ഇങ്ങനൊരു ആംഗിൾ കിട്ടും. അതപ്പോൾ നമ്മൾ ഇവിടെ ഇതിനെ KLM എന്നുള്ള ഈ ഒരു ആംഗിൾ നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ആംഗിളിനെ നമ്മൾ എന്ത് ചെയ്യണം, ബൈസെക്റ്റ് ചെയ്യണം. അതായത് ഈ ആംഗിളിൽ നിന്ന് ഇത് പകുതിയിലധികം ദൂരം എടുത്തുകൊണ്ട് ഇവിടേക്കും ഇവിടെയും കട്ട് ചെയ്യുക. നമുക്ക് വേറെ കളർ കൊണ്ട് വരയ്ക്കാം. ഓക്കെ, അതായത് പകുതിയിലധികം എടുത്തിട്ട് നിങ്ങൾക്ക് അറിയാം ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ പകുതിയിലധികം എടുക്കുക, അതേമാതിരി ഈ സൈഡിലും പകുതിയിലധികം എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നേരിട്ട് നമ്മൾ ഈ ലൈനിലൂടെ വരയ്ക്കുമ്പോൾ, ഈ പോയിന്റിലൂടെ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ലൈനിൽ നമുക്കൊരു പോയിന്റ് കിട്ടും. ഈ സെൻട്രൽ ലൈനിൽ നമുക്കൊരു പോയിന്റ് കിട്ടും. ആ പോയിന്റ് ജസ്റ്റ് എന്ത് ചെയ്യുക, ആ പോയിന്റ് അവിടെ മാർക്ക് ചെയ്യുക. ആ പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം h/6 അതായത് ഈ ഡിസ്റ്റൻസാണ് നമുക്ക് h/6. ഓക്കെ, h/6 ഈ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഈ പോയിന്റിൽ നിന്ന് കോമ്പസ് കുത്തിയിട്ട് ഈ പോയിന്റിലേക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ അതിൻ്റെ ഒരു ആർക്ക് വരയ്ക്കാം. ഓക്കെ, ആർക്ക് വരച്ച് കഴിഞ്ഞാൽ അതേമാതിരി തന്നെ എന്ത് ചെയ്യുക, ഈ പോയിന്റ് നേരെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഈ പോയിന്റിൽ നിന്ന് h/6 ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ അത് നേരെ ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് അടിയിലോട്ട് കട്ട് ചെയ്യുക, പിന്നെ മേലെ കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ത്രെഡിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, എറേസ് ചെയ്ത് കളയാം. അതായത് ഈ ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്കത് ആവശ്യമില്ല പിന്നെ. ഓക്കെ, അത് ബാക്കിയുള്ള ലൈൻസൊക്കെ നമുക്ക് എറേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഷേപ്പിലുള്ള ത്രെഡ് മാത്രം വരും. അതായത് ഒന്നും കൂടി ഇവിടെ കാണിക്കുക വരച്ചിട്ട് എങ്ങനെയാണ് ലാസ്റ്റ് ഷേപ്പ് വരുന്നത് വെച്ചാൽ, ശരിക്കും നമുക്ക് ഈ ഒരു ഷേപ്പിൽ എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു എന്ത് ചെയ്യും, വേറെ എടുത്ത് വരച്ചെന്ന് മാത്രം ഈ ഒരു ത്രെഡ് നമുക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ആ ത്രെഡിനെ നമ്മൾ എന്ത് ചെയ്യുക, അത് ഹാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ സെപ്പറേറ്റ് എടുത്ത് വരച്ചു എന്ന് മാത്രം. നമ്മൾ ഈ രൂപത്തിലാണ് ഈ ഒരു ത്രെഡിൻ്റെ ഫോംസ് നമ്മൾ
എന്ത് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ലൈൻസൊക്കെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വരച്ച മാതിരി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ എല്ലാവരും ഇത് വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. എന്നിട്ട് ഈ രീതിയിലേക്ക് ഇതിനെന്ത് ചെയ്യുക, ഹാച്ച് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ ആൻസർ എങ്ങനെയാണ് ഇതിൽ വരച്ചിട്ടുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ രീതിയിലായിരിക്കും ഇതിൻ്റെ ലാസ്റ്റ് ആൻസർ വരിക. അതായത് നമ്മളിപ്പോൾ വരച്ച മെത്തേഡ് പ്രകാരം എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ വരയ്ക്കുക. അതായത് നമ്മളിപ്പോൾ ഈ വരച്ചിട്ടുള്ള ആ ഒരു ഫൈനൽ ആൻസറാണ് ഇപ്പോൾ അതിൽ കാണിച്ചിട്ടുള്ളത് ഈ ഫിഗറിൽ. നമ്മൾ വരച്ച ആ പ്രൊസീജിയർ വെച്ചിട്ടാണ് ഇത് വരയ്ക്കേണ്ടത് അല്ല. 55 ഡിഗ്രി നമ്മൾ എന്നിട്ട് ഇതിൽ കറക്റ്റായിട്ട് ഇതിൽ പറഞ്ഞ പ്രകാരം എന്ത് ചെയ്യുക, അതിൻ്റെ ആംഗിൾസ് അതേമാതിരി അതിൻ്റെ ഡയമെൻഷൻസ് കൃത്യമായി മാർക്ക് ചെയ്യുക. അതായത് 55 ഡിഗ്രി മാർക്ക് ചെയ്യുക, പിന്നെ പി മാർക്ക് ചെയ്യുക, പിച്ച്, പിന്നെ H/6 H3 ടേംസൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ഇതിൽ മാർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആസ് പെർ ദി ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ ആവുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ വേണം ഇത് നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് വരയ്ക്കാൻ ഡിസ്കസ് ചെയ്തത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വർത്ത് ത്രെഡാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ BSW ത്രെഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും തരിക. അപ്പോൾ ഈ രീതിയിൽ വേണം ഈ ത്രെഡ് വരച്ച് കംപ്ലീറ്റ് ആക്കാൻ. ഓക്കെ, താങ്ക് യു.